അവനെൻ്റെ അമ്മയ്ക്ക് വിളിച്ചു, അവനെ തള്ളി ഞാൻ താഴെയിട്ടു. അത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ സേട്ടാ. റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ റിസർവേഷൻ ഇല്ലാതെ ജനറൽ ടിക്കറ്റുമായി യാത്ര ചെയ്ത അന്യസംസ്ഥാന തൊഴിലാളി TTRന് മടക്കമില്ലാത്ത പരലോകത്തേക്ക് ടിക്കറ്റ് കൊടുത്തു. ഇന്നലെയാണ് ദക്ഷിണ റെയിൽവേയുടെ ചരിത്രത്തിലാദ്യമായി ഇത്തരം ഒരു കൊലപാതകം അരങ്ങേറുന്നത്. TTRമാർ ഓടുന്ന വണ്ടിയിൽ നിന്ന് ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരെ തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് നാടിനെ നടുക്കിയ ആ അരുംകൊല നടന്നത്. എറണാകുളം പട്ന എക്സ്പ്രസിലാണ് സംഭവം നടന്നത്. റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ജനറൽ ടിക്കറ്റുമായി യാത്ര ചെയ്ത ഒഡീഷ സ്വദേശി രജനീകാന്ത എന്ന ഭിന്നശേഷിക്കാരനാണ് എറണാകുളം സ്വദേശിയായ TTR വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തിയത്. ശക്തമായി തള്ളിയപ്പോൾ ഡോറിന്റെ സമീപം നിന്ന വിനോദിന്റെ ബാലൻസ് തെറ്റി പുറത്തേക്ക് തെറിച്ചു വീണു. കമ്പയിൽ തൂങ്ങി രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അദ്ദേഹം താഴെ വീഴുകയും എതിർദിശയിൽ നിന്നും വന്ന ട്രെയിൻ കയറിയിറങ്ങി അദ്ദേഹത്തിന്റെ ശരീരം ഛിന്നഭിന്നമായി. 30 മീറ്റർ അകലെ വരെ ശരീരഭാഗങ്ങൾ ചിതറിപ്പോയി എന്നാണ് വിവരം. തൃശ്ശൂരിൽ നിന്ന് കയറിയ പ്രതിയോട് TTE ടിക്കറ്റ് ചോദിച്ചത് മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ പരിധി കഴിഞ്ഞാണ്. ട്രെയിനിന്റെ 11ാമത് കോച്ചിന്റെ പിന്നിൽ വലത് ഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന TTE പ്രതി പിന്നിൽ നിന്ന് 2 കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നും FIR-ൽ പറയുന്നു. IPC 302 വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതെല്ലാം കണ്ടുകൊണ്ട് യാത്രക്കാർ അടുത്ത് നിൽപ്പുണ്ടായിട്ടും ആരും തടയുവാൻ ശ്രമിച്ചില്ല. ഈ കൃത്യം ചെയ്ത പ്രതിയെ പിടിച്ചു കെട്ടിയില്ല. ട്രെയിനിന്റെ ചങ്ങല വലിച്ചു പോലും നിർത്താൻ ശ്രമിച്ചില്ല. എന്തിന് ഒന്ന് ബഹളം പോലും വെച്ചില്ല. പോലീസ് പാലക്കാട്ട് വെച്ചാണ് സീറ്റിൽ പോയി സുഖമായി കിടന്നുറങ്ങിയിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് 1000 രൂപ പിഴ ഈടാക്കും എന്ന് പറഞ്ഞതോടെയാണ് TTE താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത പോലീസിനോട് പറഞ്ഞത്. തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് TTE വിനോദിനെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് രജനീകാന്ത പറയുന്നത്. വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറി ഇറങ്ങുകയായിരുന്നു. വെളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കോച്ചിലെ യാത്രക്കാർ നൽകിയ വിവരമനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത്. എന്നാൽ ടിക്കറ്റ് എടുക്കാത്തതിനെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ കനത്ത വാക്കുതർക്കം നടന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി എതിർത്ത് സംസാരിച്ചപ്പോൾ അമ്മയെ പരാമർശിച്ചൊരു തെറി വിനോദ് വിളിച്ചപ്പോഴാണ് പ്രതി 2 കൈ കൊണ്ടും സർവ്വശക്തിയും സംഭരിച്ച് വിനോദിനെ തള്ളി പുറത്തേക്കിട്ടതെന്നാണ് ഒരു ദൃക്സാക്ഷി ITV ന്യൂസിനോട് പറഞ്ഞത്. അമ്മയെ കൂട്ടി തെറി വിളിച്ചതാണ് പ്രതിയെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്. 2 കൈ കൊണ്ടും തള്ളി. അവൻ വീണു. എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ. ട്രെയിനിൽ കയറി പിടികൂടിയ RPF ഉദ്യോഗസ്ഥരോട് പ്രതി രജനീകാന്ത ആദ്യം പറഞ്ഞതെങ്ങനെ? തൃശ്ശൂരിൽ നിന്നാണ് പ്രതി ട്രെയിനിൽ കയറിയത്. തൃശ്ശൂർ വെളപ്പായിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വിനോദിനെ തള്ളിയിട്ട ശേഷം പ്രതി സീറ്റിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങി. പാലക്കാട് വെച്ചാണ് പോലീസ് രജനീകാന്തയെ അറസ്റ്റ് ചെയ്തത്. RPF വരുമ്പോഴും ഇയാൾ സുഖമായി സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. പാലക്കാട് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തൃശ്ശൂരിലെത്തിച്ചു. ഭിന്നശേഷിക്കാരനായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം മരിച്ച വിനോദിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഉച്ചയോടെ മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലെത്തിക്കുമെന്നാണ് വിവരം. ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യനായിരുന്നു കൊല്ലപ്പെട്ട വിനോദ്. 2 കൊല്ലം മുമ്പാണ് ഇദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് TTE കേഡറിലേക്ക് മാറിയത്. പുലിമുരുകൻ, ഗ്യാങ്സ്റ്റർ, വിക്രമാദിത്യൻ, ജോസഫ് തുടങ്ങി 14ലധികം സിനിമകളിൽ വിനോദ് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി നായകനായി എത്തിയ ഗ്യാങ്സ്റ്റർ ആയിരുന്നു ആദ്യ ചിത്രം. തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് എറണാകുളം മഞ്ഞുമലിൽ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് കഴിഞ്ഞ മാസം 27-നാണ്. സഹപ്രവർത്തകരെ എല്ലാം ഗൃഹപ്രവേശനത്തിന് അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം നിർമ്മിച്ച പുതിയ വീട്ടിൽ കയറി താമസിച്ചിട്ട് വെറും 7 ദിവസമേ ആയിരുന്നുള്ളൂ. അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് വിനോദിന് റെയിൽവേയിൽ ജോലി കിട്ടിയത്. വീട്ടിലിനി പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ. അതേസമയം കുന്നംകുളത്തെ ബാറിൽ ജീവനക്കാരനാണ് പിടിയിലായ പ്രതി രജനീകാന്ത എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ മദ്യപിച്ച് ജോലിക്ക് വന്നപ്പോൾ ഇയാളെ പറഞ്ഞുവിട്ടെന്നാണ് ബാറുടമ വ്യക്തമാക്കിയത്. 2 മാസം മുമ്പാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. രജനീകാന്തയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞില്ലായിരുന്നുവെന്നും ബാറുടമ പ്രതികരിച്ചു. മൃതദേഹം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ഉച്ചയോടെ വിട്ടു നൽകും. അറസ്റ്റിലായ പ്രതി രജനീകാന്തയെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനും ആലോചിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ പ്രതിയെ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുമുണ്ട്.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.